പൊൻപുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ? കാതരമിഴി നീ കാണാൻ കാർക്കുകിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ. എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല കേട്ടോ. ഇന്നലെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പം എൻ്റെ അമ്മ അയച്ചിരുന്ന വീഡിയോ ആണേ ഇത്. വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് മാമൻ്റെ വിളയുണ്ട്, എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ വിളയുണ്ട്. അവിടെ 4 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ആദ്യം അവിടെ വീട് വെച്ചിരുന്നു. അതിന് ശേഷം അതൊക്കെ ഇടിച്ച് കളഞ്ഞിട്ട് അവിടെ കുറേ വാഴകൾ വെച്ച്. കുറേയെന്ന് വെച്ചാൽ പ്ലാവുണ്ട്, അപ്പുറത്തെ സൈഡിലോട്ട് പ്ലാവ് തെങ്ങ് ഒക്കെ ഉണ്ട്. അതിലൊരു വാഴ കുലച്ച് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. സാധാരണ മണ്ടയിലല്ലേ കുലച്ച് നിൽക്കുന്നത് വാഴ, പക്ഷേ ഇത് നടുക്ക് ഭാഗത്തു നിന്നാണ്, വാഴയുടെ മധ്യഭാഗത്തു നിന്ന് കൊല വന്ന് നിൽക്കുന്നതാണ്. കൂമ്പ് വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇങ്ങനെയുള്ള അപൂർവം കാഴ്ചകൾ നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ഇതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലയെന്ന് അറിയാം, എങ്കിലും ഞാനിത് കണ്ടപ്പം എനിക്കെന്തോ ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. പക്ഷെ കാലം മറിഞ്ഞ കാലമാണല്ലേ. ഇപ്പം നമ്മൾ എന്തെല്ലാം കാണുന്നു, എന്തെല്ലാം ഇനി കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ. ഇനി എന്തെല്ലാം കാണാനുണ്ട്. അപ്പോൾ ഇത് കലികാലമാണ്. എൻ്റെ മോൻ ഇന്നലെ പറയുകയും ചെയ്തു, അമ്മ കലികാലമാണമ്മ, ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും എന്ന് പറയും പോലെ കലികാലമാണ്. ഞങ്ങൾ നെല്ലനാട് ഏരിയയാണ് ഈ സ്ഥലം. നെല്ലനാടെന്ന് പറയുന്ന സ്ഥലമാണ്, വെഞ്ഞാറമൂടിന് അപ്പുറമാണ്. അവിടെ കൂടുതൽ പേര് പോലെ തന്നെ നെൽകൃഷി, വയൽ അങ്ങനെയുള്ളതാണ്. കൃഷിയാണ് കൂടുതലും അവിടെ. ഏറ്റവും കൂടുതലായിട്ടുള്ളത് കൃഷിയാണ്, കൃഷിത്തോട്ടങ്ങളും നെല്ല്. അവിടെ ഒരു സുഖമാണ്, രാവിലെ സ്കൂളിൽ പോകുന്നത് തന്നെ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകാനും വയലിൻ്റെ നടുക്കൂടെ ആ വരമ്പ് വഴിയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ഒരു റോഡും കൂടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ആ പഴയ ഹരിത മനോഹരമായ അതൊന്നും മാറിയിട്ടില്ല കേട്ടോ. അതൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ആ സ്കൂളിൻ്റെ ആ ഭാഗത്തൂടെയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നടക്കും. ഒരു വല്ലാത്തൊരാഗ്രഹമാണ്, ഇഷ്ടമാണ്.